ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തരമാറ്റിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയന നല്ല ഇടിവെട്ട് മറുപടി കൊടുക്കുകയാണ്. അതിനുശേഷം കനകം പറയും, ഞങ്ങളുടെ ഇനി പ്രശ്നത്തിനില്ല, ഞങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളിനി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയും വേണ്ട, ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പിന്നാലെ നമ്മുടെ നയനയും അവർ യാത്ര അയക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് ഇവർക്കൊരു വാണിംഗ് കൊടുക്കുകയാണത്, നിങ്ങൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി ഈ പെണ്ണിനെ വേദനിപ്പിക്കാനായിട്ട് നിൽക്കരുത് ദൈവത്തോർത്ത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, മുത്തശ്ശൻ എല്ലാ അധികാരങ്ങളും സ്ഥാനങ്ങളും കൊടുത്തിരിക്കുന്നത് നയനയ്ക്കാണ്. ഈ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നയനയെയാണ് മുത്തശ്ശൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിനി പറഞ്ഞ് നന്ദുവിനെ ഇങ്ങോട്ട് വരുത്താൻ നിൽക്കരുത്. നിങ്ങളുടെ വായടയ്ക്ക് നിങ്ങൾ മിണ്ടാതിരിക്കും. നിശ്ചയം മുടങ്ങി, അതോടെ അങ്ങോട്ട് വിട്ടേര്. പറഞ്ഞ് അത് പരിപ്പിച്ച് ഇനി നന്ദുവിനെയും കൂടി ഇങ്ങോട്ട് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളി വേറെ ലെവലാകും. അത് പറഞ്ഞ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശും പോവുകയാണ്. അപ്പോൾ ആദർശൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജ എടുത്ത വായിക്കും ജാനകിയോട് പറയണം, ജാനകി കണ്ടില്ലേ, അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ, നന്ദുവിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് കയറ്റാനുള്ള പരിപാടി മുഴുവനും ചെയ്യുന്നുണ്ട്. അതായത് അനിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കണം. ഇപ്പോൾ അവനും തുറന്നു പറഞ്ഞിരിക്കുകയാണല്ലോ നന്ദുവിനാണ് ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ നീ സൂക്ഷിക്കണം ജാനകി എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് ജലജയെ, എനിക്കൊന്നും സൂക്ഷിക്കാനില്ല. എൻ്റെ മോൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നന്ദുവിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫാനിലെ കെട്ടി തൂങ്ങും, അതായിരിക്കുള്ളൂ എൻ്റെ അവസാന തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജാനകി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയാണെങ്കിൽ, മോളെ നീ വിഷമിക്കേണ്ട മോളെ, എന്തൊക്കെ പറഞ്ഞാലും അനി നിന്നെ തന്നെ കല്യാണം കഴിക്കും. ഇനിയൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യം, അനിയേട്ടൻ്റെ മനസ്സിൽ ആ നന്ദുവാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ, അവൻ അങ്ങനെ പലതും പറയും, അതൊക്കെ ആര് വിശ്വസിക്കാനായിട്ട് പോകുന്നു, ആര് വകയെടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയോടെ പറയുക. അങ്ങനെ ജാനകി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അവന്തികയാണെങ്കിൽ മനസ്സിൽ പല കണക്കൂട്ടലും വെച്ചിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല, ഈ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കനിയെ എൻ്റെ വലയിലേക്ക് തന്നെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇപ്പം അത് നടന്നില്ലല്ലോ. ആകെ ഭയങ്കര മൂഡ് ഓഫായിട്ട് നിൽക്കുകയാണ് അവിടെ അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഈ സത്യങ്ങൾ മുഴുവനും നവീൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ നവീൻ വിജയകണ്ഠ നിശ്ചയം മുടങ്ങി, ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഈ വേണുവിനെയും അതേപോലെ തന്നെ മകളെയും വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങൾ എന്തിനാണ് ആ നിശ്ചയം മുടക്കാനായിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പിന്നെ അല്ലാതെ വക്കീലെ നിശ്ചയം മുടക്കണ്ടേ? അത് ശരി, ഡിവോഴ്സ് കഴിയാതെ നിശ്ചയം നടത്താൻ പാടുണ്ടോ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ നിശ്ചയം നടക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ? അതൊക്കെ അവരുടെ പേരും തട്ടിപ്പാ. ആ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുണം കിട്ടാൻ പോകുന്നതേ അനിക്ക. പിന്നീടേ ആ മൂർത്തി ഞങ്ങൾക്ക് ഒരു തരി പൈസ പോലും തരാനായിട്ട് പോകുന്നില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയാ അവരങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയത്. നിങ്ങളോട് ഈ മണ്ടത്തരം മുഴുവൻ ആരാ പറഞ്ഞു കൂട്ടിയത്? ആ നിശ്ചയം നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ലക്കായിരുന്നു. ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞതാണ് ആ നിശ്ചയം നടക്കണമെന്ന്. അങ്ങനെ ഡിവോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ആ നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം, കോടതി പറയാം, എന്നെ ഡിവോഴ്സ് ചെയ്യണതിന് മുന്നേ വേറൊരു പെണ്ണുമായിട്ട് നിശ്ചയം കഴിഞ്ഞു, അങ്ങനെ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ. ഒരു ഇതുമില്ലാതെ ചിലപ്പോൾ മൂർത്തീസുകാർ നിങ്ങൾ ചോദിക്കുന്ന പണം തന്നാനായിരുന്നു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്. കാരണം അവർ ചെയ്തത് തെറ്റാണെന്ന് കോടതിയുടെ മുമ്പാകെ തെളിയും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പൈസ നല്ല മതിയാവുള്ളൂ, നിങ്ങൾ മണ്ടത്തരല്ലേ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ വക്കീൽ ഇനിയിപ്പോൾ അബദ്ധം പറ്റിപ്പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇനിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, വരുന്നിടത്ത് തന്നെ കാണാം. ഇനി നിങ്ങൾ പുറകെ നടന്നാൽ പോലും അവർ പൈസ തരാനായിട്ട് പോകുന്നില്ല, അത് കൺഫേമായ കാര്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ, നയന അമ്മേനും അച്ഛനെയൊക്കെ യാത്ര അയച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ജലജ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്കിപ്പോൾ ഇത്ര അഹങ്കാരം കൂടിയല്ലേ, നീ ഇവിടെ വന്നപ്പോൾ തന്നെ നീ എന്താ ഞങ്ങളെയൊക്കെ ഭരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നൊക്കെ നയനയോട് ചോദിക്കുകയാണ്. അതെ, ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത് പഴയ നയനയോട് തന്നെയാണ്. ഇനി ആരുടെ മുന്നിൽ തല കുനിച്ചും അവർ പറയുന്ന അനുസരിച്ചൊക്കെ നിൽക്കാനായിട്ട് പറ്റില്ല, പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യും. എന്നെ ഭരിക്കാനോ ധിക്കരിക്കാനോ ഇവിടെ വരേണ്ട കാര്യമില്ല.
പിന്നെ എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടമെങ്കിൽ നന്ദുവിനെ കൊണ്ട് തന്നെ അവനെ കല്യാണം കഴിപ്പിക്കും. അവനെ എതിർക്കാനോ അവനോടത് ചെയ്യരുതെന്ന് പറയാനോ ഇനി ഞാൻ മുതിരൂലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അച്ഛനമ്മയും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ വഴിയെ തരുവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവുക. അപ്പം നയനയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജ അയ്യടാ എന്നായി പോവാണ്. ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ് നമ്മുടെ ജലജ. ഇവളിപ്പോൾ ഇത്ര അഹങ്കാരിയായിട്ട് മാറിയല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ ജലജ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് നയന ആദർശിനെ കാണുകയാണ്. അപ്പോൾ ആദർശിനെ കഴിഞ്ഞപ്പോൾ ആദർശ് പറയാണ്, അതല്ല നയന, എനിക്കിപ്പോൾ വേറൊരു സംശയമുണ്ട്. എന്ത് സംശയം ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തുകൊണ്ടാണ് ഈ അനി പറയുന്ന ഡിവോഴ്സ് ഇപ്പോൾ വേണ്ട, ഡിവോഴ്സ് ഇപ്പം മനഃപൂർവ്വമാണോ ഈ ഡിവോഴ്സിന് വേണ്ടി അവൻ ഇങ്ങനെ നീക്കി വെക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനിയുടെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് നവീൻ വക്കീൽ. അപ്പോൾ നവീൻ വക്കീലും അനിയും കൂടി കിടന്ന് കളിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ ഡിവോഴ്സ് നീണ്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കല്യാണം ഒരു പെണ്ണുങ്ങളായിട്ട് നടക്കില്ലല്ലോ. അപ്പോൾ നന്ദുവിനെ തന്നെ കല്യാണം കഴിക്കാൻ തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല ആദർശേട്ടാ. അനിയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. അവനും വിട്ടൊന്നും പറയേയില്ല. പിന്നെ ഇനി ഞാൻ അനിയോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ആദർശിനോട് നേരത്തെ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ സംസാരിക്കത്തുമില്ല. ഇനി എന്തിനാ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാതെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് വേദനിച്ചു പോയത്. നന്ദുവിനെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാതെയാണ് അച്ഛനും അമ്മയും ഈ ഒരു ചടങ്ങിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നത്. എന്നിട്ടോ അവർക്ക് കേട്ടത് കുറ്റം മാത്രം. ഇനി ഞാനെന്തിനാ അനിയെ ഉപദേശിക്കാനായിട്ട് പോകുന്നത്? ഞാൻ അനിയെ ഉപദേശിക്കില്ല, നന്ദുവിനെ ഉപദേശിക്കാൻ പോകില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. ഇനി അതേ ഒരു ഇതുള്ളെന്നൊക്കെ പറയുകയാണ് നമ്മുടെ നയന. അങ്ങനെ ഈ ഗോവിന്ദനും അതേപോലെ തന്നെ കനകയും കൂടി നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നാലും ഗോവിന്ദേട്ടൻ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ. എന്നാലും ആ നിശ്ചയം മുടങ്ങിയല്ലോ. പാവം ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്കാകെ സങ്കടം വരുന്നു. കനകം, നമ്മൾ എന്ത് ചെയ്യാനാണ്? നന്ദുവിനെ കാണരുത്, ആ സമയത്ത് നന്ദു ഉണ്ടാകരുതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നന്ദുവിനെ കൊണ്ടുപോകാതിരുന്നത്. പക്ഷേ ദൈവം നിശ്ചയം അതായിരിക്കും ഗോവിന്ദേട്ടാ. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ആ ജ്യോത്സ്യം പറഞ്ഞില്ലേ, എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിൻ്റെ മനസ്സിലുള്ള ആരാണോ അവരെ തന്നെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ എനിക്കാകെ പേടി തോന്നുന്നു. ഇനി ഒരിക്കലും നന്ദു ആ വീട്ടിലേക്ക് പോകാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഗോവിന്ദേട്ട. അതെങ്ങനെ തടയുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഗോവിന്ദേട്ട എന്ന് പറയുകയാണ്. ദൈവം നിശ്ചയം അതെന്താണോ അതേപോലെ തന്നെ നടക്കും കനകം. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, ദൈവം നടത്തുന്നത് വേറൊന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ? അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് മറന്ന് നിൽക്കുകയാണല്ലോ. അങ്ങനെ അനി നേരെ നന്ദുവിനെ വിളിക്കാം. അപ്പോൾ നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്താ അനിയെന്ന് ചോദിച്ചപ്പോഴേക്ക് നന്ദു ഒരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ നിശ്ചയം മുടങ്ങിയെന്നും പറയുകയാണ്. എനിക്ക് തോന്നി മുടങ്ങിയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതെങ്ങനെ മുടങ്ങിയെന്നറിയാവോ? അത് മുടങ്ങിയത് വേറൊന്നും കൊണ്ടല്ല. ഞാനേ മുത്തശ്ശന് മുന്നിൽ പറഞ്ഞു എനിക്ക് നന്ദുവിനെ ഇഷ്ടമെന്ന്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട നന്ദു പേടിച്ചു പോകണേ. അനി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശനൊക്കെ എന്താ പറഞ്ഞത്? മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. പക്ഷേ നയനേട്ടത്തി നമ്മളുടെ ഒപ്പം തന്നെയായിരുന്നു. എതിർത്ത് സംസാരിച്ചവരെയൊക്കെ പൊളിച്ചടുക്കി നയനേട്ടത്തി കൈ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞല്ലോ നന്ദു, ഞാൻ ആകെ ക്ഷമ നശിച്ചു പോയൊരവസ്ഥയിൽ നിന്നത്. ആ സമയത്താണ് നിനക്കൊരു പരാതിയും കിട്ടിയത്, ഈ നിശ്ചയവും മുടങ്ങിയത്. പക്ഷേ നിൻ്റെ പരാതി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ ഇനി അടുത്തത് എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? നന്ദുവിനെ തന്നെ അനി കല്യാണം കഴിക്കുമോ? അതേ സമയത്തായിരിക്കും ഇത് ജാനകി സമ്മതിക്കോ? ജാനകി പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യയൊക്കെ ഒരുങ്ങോ? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഇനിയുള്ള എപ്പിസോഡ് തീർച്ചയായിട്ടും കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.